നമസ്കാരം. പ്രവാസിയിലേക്ക് സ്വാഗതം. നിരവധി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക് കടക്കാം. UAE-യിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് പുതിയ പാസ്പോർട്ട് അപേക്ഷാ നിയമവുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. സെപ്റ്റംബർ 1 മുതൽ അപേക്ഷകൾക്ക് പുതിയ ഫോട്ടോ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കും. ഇതോടെ മിക്ക അപേക്ഷകൾക്കും പാസ്പോർട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പുതിയ ഫോട്ടോ എടുക്കേണ്ടി വരും. പ്രവാസികൾക്ക് തിരിച്ചടിയാണ്. കുവൈറ്റിൽ സ്വദേശീവൽക്കരണം വേഗത്തിലാക്കുന്നുണ്ട്. സ്വകാര്യ മേഖലയിൽ പ്രവാസി നിയമന ഫീസൊക്കെ കൂട്ടും. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഫോട്ടോകളാണ് ഇനി മുതൽ ആവശ്യമുള്ളത്. ആഗോളതലത്തിൽ യാത്രാരേഖകൾക്ക് ബയോമെട്രിക് ഐഡന്റിറ്റി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ICAO. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഒരു മാറ്റം. പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി എല്ലാ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതൽ ICAO മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകൾക്കുള്ള പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രസ് വിംഗ് അറിയിച്ചിട്ടുണ്ട്. ഇത് ICAO-യുടെ രാജ്യാന്തര യാത്രാ നിയമങ്ങളുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്നു. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ഈ പുതിയ നിയമം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പാസ്പോർട്ട് ഫോട്ടോ മാനദണ്ഡങ്ങൾ 630x810 പിക്സൽ വലുപ്പമുള്ള കളർ ഫോട്ടോ ആയിരിക്കണം. വെള്ള പശ്ചാത്തല നിർബന്ധമാണ്. തലയും തോളും വ്യക്തമായി കാണണം. മുഖം ഫ്രെയിമിന്റെ 80-85% ഭാഗം ഉൾക്കൊള്ളണം. മുഖം മുഴുവനായും നേരെ നോക്കി കണ്ണുകൾ തുറന്നിരിക്കണം. ഭാവങ്ങൾ സ്വാഭാവികമായിരിക്കണം. മുടി, കണ്ണുകൾ എന്നിവ മറയ്ക്കുവാൻ പാടില്ല. വായ അടച്ചിരിക്കണം. മുഖത്ത് നിഴലുകളോ ചുവന്ന നിറത്തിലുള്ള കണ്ണടകളോ ഫ്ലാഷിന്റെ പ്രതിഫലനങ്ങളോ ഉണ്ടാകരുത്. ശരീരത്തിലെ തൊലിയുടെ നിറം സ്വാഭാവികമായി തോന്നണം. തല ഫ്രെയിമിന്റെ മധ്യഭാഗത്ത് തലമുടിയുടെ മുകൾ ഭാഗം മുതൽ താടി വരെ ഉൾക്കൊള്ളണം. ഏകദേശം 1.5 മീറ്റർ അകലെയായി നിന്ന് ഫോട്ടോ എടുക്കണം. അവ്യക്തമായതോ ഡിജിറ്റലായി മാറ്റങ്ങൾ വരുത്തിയതോ ആയ ഫോട്ടോകൾ സ്വീകാര്യമല്ല. കണ്ണട ഒഴിവാക്കണം. മതപരമായ കാരണങ്ങളാൽ തലമറയ്ക്കുന്ന വസ്ത്രങ്ങൾ അനുവദനീയമാണ്. എന്നാൽ മുഖം മുഴുവനായി കാണണം. നവജാത ശിശുക്കളുടെ ഫോട്ടോ പുറത്തു നിന്നെടുക്കണം. പുതിയ നിയമങ്ങൾ അനുസരിച്ച് കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലും അവരുടെ ഔട്ട്സോഴ്സ് പാസ്പോർട്ട് സേവനദാതാക്കളുടെ BLS ഇന്റർനാഷണലിനെയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ BLS വെബ്സൈറ്റിൽ പഴയ മാനദണ്ഡങ്ങൾ തന്നെയാണുള്ളത്. BLS കേന്ദ്രങ്ങളിൽ 30 ദിർഹം അധികമായി നൽകിയാൽ ഫോട്ടോ എടുക്കുവാനുള്ള സൗകര്യം ലഭ്യമാണ്. പക്ഷേ നവജാത ശിശുക്കളുടെ ഫോട്ടോ എടുക്കുവാൻ ഇവിടെ സൗകര്യമില്ല. അതിനാൽ കുട്ടികൾക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന രക്ഷിതാക്കൾ ICAO മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകൾ പുറത്തുനിന്ന് എടുക്കണം. 15 ദിർഹം മുതൽ 25 ദിർഹം വരെ മാത്രമാണ് പുറത്തുള്ള സ്റ്റുഡിയോകൾ ഇത്തരത്തിൽ ഫോട്ടോകൾക്ക് വാങ്ങിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജീവിത നിലവാരവും ആശയവിനിമയവും എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 10-11 തീയതികളിൽ ഷാർജ എക്സ്പോ സെന്ററിൽ രാജ്യാന്തര സർക്കാർ കമ്മ്യൂണിക്കേഷൻ ഫോറം നടക്കുകയാണ്. ഇത്തവണ വ്യത്യസ്ത വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. ഈ ഒരു ഫോറത്തിൽ ഷാർജ സർക്കാർ മീഡിയ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഫോറത്തിലാണ് ഇത് നടക്കുന്നത്. ആഗോളതലത്തിൽ നിന്നുള്ള 237 വിദഗ്ധരാണ് ഇതിൽ പങ്കെടുക്കുക. മാത്രമല്ല ഭക്ഷണം, വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ, സുസ്ഥിര നഗരം തുടങ്ങിയവ ഈ ഒരു വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചകൾ നടക്കും. ഈ വർഷത്തെ ഫോറത്തിൽ 51 സെഷനുകളാണ് ഉള്ളത്. 110-ലേറെ പരിപാടികൾ ഉണ്ടായിരിക്കും. മനുഷ്യാനുഭവങ്ങൾ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുമായി സഹകരിച്ച് നടത്തുന്ന സെക്ഷനാണ് വിദ്യാഭ്യാസം, ജീവിതം, മനുഷ്യാനുഭവങ്ങൾ എന്ന സെക്ഷൻ. സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നു എന്ന ഒരു വിഷയത്തിലാണ് ഈ ഒരു നടക്കുക. മാത്രമല്ല സാമ്പത്തിക സൂചകങ്ങൾ കൂടാതെ ഓരോ വ്യക്തിക്കും അർത്ഥവും പ്രാധാന്യവും നൽകുന്ന കഥകളാണ് ജീവിത നിലവാരം നിർണ്ണയിക്കുന്നതെന്ന ആശയത്തിനാണ് ഈ ഒരു സെക്ഷൻ പ്രധാനമായും പ്രാധാന്യം നൽകുന്നത്. മെക്സ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപകയും CEO-യുമായ കാറ്റി മെക്സ്, പോസിഡോൺ AI-യുടെ സ്ഥാപകനും CEO-യുമായ അമജ് റഹിമി മിദാനി എന്നിവർ പങ്കെടുക്കും. വിദ്യാഭ്യാസം, നയങ്ങൾ, വ്യക്തിഗത കഥകൾ എന്നിവ എങ്ങനെ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നും ചർച്ച ചെയ്യും. മാത്രമല്ല ഈ പ്രതിസന്ധിയിലെ ഭക്ഷ്യസുരക്ഷ, ഇസ്ലാമിക് വേൾഡ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, പ്രതിസന്ധിയുടെ സമയങ്ങളിലെ ജീവിത നിലവാരവും സർക്കാർ ആശയവിനിമയവും എന്ന വിഷയത്തിൽ സെക്ഷൻ നടത്തും. സമൂഹത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് എത്രത്തോളം പ്രധാനമാണ് ഭക്ഷണം, നല്ല ഭക്ഷണം എന്നൊരു വിഷയവും ചർച്ച ചെയ്യും. ഭക്ഷ്യ പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് സർക്കാർ ആശയവിനിമയം എങ്ങനെ നിർണായക ഉപകരണമാകും എന്ന വിഷയത്തിലും ഐസെസ്കോയിലെ മീഡിയ കമ്മ്യൂണിക്കേഷൻ വിഭാഗം തലവൻ ഒസാമ ഹെയ്ക്കൽ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ഈ ചർച്ചയ്ക്ക് അവർ നേതൃത്വം നൽകും. വിഭവങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കുക, വെല്ലുവിളികളെ നേരിടുക, ഐക്യമുണ്ടാക്കുക, സർക്കാർ ആശയവിനിമയത്തിന് കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. എന്തായാലും ഒരു നല്ല രീതിയിലുള്ളൊരു ഫോറം തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. പറ്റുമെങ്കിൽ കഴിയുന്ന പ്രവാസി മലയാളികൾക്കൊക്കെ ഈ ഒരു ഫോറത്തിൽ പങ്കെടുക്കാവുന്നതാണ്.
US-ൽ ജോലി ചെയ്യാൻ ഇന്ത്യക്കാരുൾപ്പെടെ വിദേശികൾക്ക് അനുവദിക്കുന്ന H-1B വിസ പദ്ധതിയുടെ നടത്തിപ്പും സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡിന്റെ നടപടിക്രമങ്ങളും പരിഷ്കരിക്കുമെന്ന് കൊമേഴ്സ് സെക്രട്ടറി ഹോവർഡ് ലാർനിക് അറിയിച്ചു. എല്ലാ വ്യക്തിപരമായ വസ്തുക്കൾക്ക് വളരെ മികവുള്ളവർക്കും മാത്രം ഗ്രീൻ കാർഡ് നൽകുമെന്ന നയം അടിസ്ഥാനമാക്കിയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. ഇപ്പോഴത്തെ H-1B വിസ പദ്ധതിയുടെ അമേരിക്കക്കാരുടെ ജോലി അവസരങ്ങൾ ഇല്ലാതാക്കുമെന്നാണ് ലാർനിക് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, എമിറാത്തി വനിതാ ദിനം ആഘോഷിച്ചിരിക്കുകയാണ്. വിപുലമായ ആഘോഷമായിരുന്നു ദുബായിൽ അരങ്ങേറിയത്. ദുബായ് താമസ കുടിയേറ്റ വകുപ്പാണ് എമിറാത്തി വനിതാ ദിനം ഇപ്പോൾ വിപുലമായി ആഘോഷിച്ചിരിക്കുന്നത്. കൈകോർത്ത് നമ്മൾ 50-ാം വാർഷികം ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു ഇത്തവണത്തെ പരിപാടികൾ. സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. GDRFAയുടെ പ്രധാന കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ തലവൻ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി, ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് മുഹയ്യർ ബിൻ സുറൂർ, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എമിറാത്തി വനിതകളുടെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തിയ ഡോക്യുമെന്ററിയും ഈ എമിറാത്തി ദിനാഘോഷത്തിലെ ഒരു പ്രത്യേകതയായിരുന്നു. മാത്രമല്ല, വനിതാ ജീവനക്കാർക്ക് ആദരം നൽകി. സ്ഥാപനത്തിലെ മികച്ച വനിതാ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ GDRFA ദുബായ് പയനിയേഴ്സ് അവാർഡ് വിതരണം ചെയ്തു. മാത്രമല്ല, തങ്ങളുടെ കഴിവും സമർപ്പണവും കൊണ്ട് ശ്രദ്ധേയരായ 44 വനിതാ ജീവനക്കാർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. കൂടാതെ 30 വർഷത്തിലേറെ സേവനം പൂർത്തിയാക്കിയ വനിതാ ജീവനക്കാരെയും ആദരിച്ചു. ഗുസൈബ അലി അൽ ദഖ്മാനി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വിനോദത്തിനും വ്യായാമത്തിനുമായി അബുദാബി കോർണിഷിപ്പിൽ നൈറ്റ് ബീച്ച് തുറന്നു. നീന്തലിനൊപ്പം വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ തുടങ്ങിയ കായിക ഇനങ്ങൾക്കായുള്ള സൗകര്യത്തോടെയാണ് സൗജന്യ രാത്രികാല ബീച്ച് തുറന്നത്. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച രാത്രി വരെ വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെയും പ്രവർത്തിക്കുമെന്നാണ് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത്. സായാഹ്ന രാത്രികാല വിനോദത്തിന് സുരക്ഷിത ഇടം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് നൈറ്റ് ബീച്ച് തുറന്നതെന്നാണ് നഗരസഭ അറിയിക്കുന്നത്. ലൈഫ് ഗാർഡിന്റെ സേവനത്തിന് പുറമെ ബീച്ചിലെത്തുന്നവർക്ക് ആവശ്യമായ മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോർണിഷിലെ 4 മുതൽ 6 വരെയുള്ള ഗേറ്റുകളിലൂടെയാണ് പ്രവേശനം. 1000 മീറ്റർ നീളത്തിലാണ് നൈറ്റ് ബീച്ച് ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായി നീന്താം. പൊതുസ്ഥലങ്ങൾ, പൊതു സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഔട്ട്ഡോർ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അബുദാബിയിലെ 2ാമത്തെ നൈറ്റ് ബീച്ചാണിത്. ആദ്യത്തേത് ഫുദൈരിയാത്തിലെ മർസാനയിൽ ജൂലൈയിൽ തുറന്നിരുന്നു. ഇവിടുത്തെ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് പണം നൽകണം. അബുദാബിയിലെ മറ്റു പൊതു ബീച്ചുകളിൽ സൂര്യാസ്തമയം വരെ മാത്രമേ നീന്തൽ ഇറങ്ങുവാൻ അനുവദിക്കുകയുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്, ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ദുബായിലേക്ക് പോയ ഇൻഡിഗോ വിമാനം സാങ്കേതിക പ്രശ്നം കാരണം അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായി. 150 യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഇവരെ മറ്റൊരു വിമാനത്തിൽ ദുബായിലെത്തിച്ചു. അഹമ്മദാബാദിൽ ഇറങ്ങിയ വിമാനത്തിൽ എഞ്ചിനീയർമാർ പരിശോധന നടത്തുന്നുണ്ട്.